Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തേത് ബ്രെഡ് പൊടിച്ചതും മുട്ടയൊക്കെ വെച്ച് തയ്യാറാക്കിയുള്ള നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, നല്ല ഹെൽത്തിയാണ്. നമ്മളിത് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കുന്ന പലഹാരമല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം 4 മണിക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്കും കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 6 ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 ബ്രെഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് ഈ ഒരു ബ്രെഡ് പൊടിച്ചത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ പൊട്ടിച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഏലക്ക ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കിലാണുള്ളത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സോസ് പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ 10 മിനിറ്റോടെ തന്നെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഞാനിതൊരു മറ്റൊരു പാനിലേക്ക് ഒരു അല്പം നെയ്യൊന്നാക്കി കൊടുത്തിട്ട് അതിലേക്കൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാനാണ്. ആ ഒരു മുകൾ ഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. നമ്മൾ പോളയൊന്നും തയ്യാറാക്കി എടുക്കുന്ന പോലെ ആ ഒരു ഭാഗം നല്ലപോലെ മൊരിപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ആണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതോടെ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്